ഇസ്രായേലിനെതിരെ പ്രതികാരവുമായി യമനിലെ ഹൂത്തികൾ 2 ദിവസത്തിനിടയിൽ 2 ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെയാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രത്തിന് നേരെയും യമനിലെ ഹൂത്തികൾ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച സൗദിയിലെ യാംബുവിന്റെ തീരത്ത് വെച്ചാണ് ഇസ്രായേലിലേക്ക് നീങ്ങുന്ന ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടത്. എന്നാൽ രണ്ടാമത്തെ ദിവസം വീണ്ടും ഒരു കപ്പൽ ഇവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടാണ്. വടക്കൻ യമൻസ് ഹൂത്തീസ് ദേ അറ്റാക്ക് ഷിപ്പ് ഇൻ നോർത്തേൺ റെഡ് സീ. വടക്കൻ ചെങ്കടലിൽ ഇപ്പോൾ ഒരു കപ്പലിന് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത് ജെറുസലം പോസ്റ്റ്, നമുക്ക് ഇസ്രായേലിന്റെ പത്രം, നമുക്ക് അവിടെയും ഈ വാർത്ത കാണാൻ സാധിക്കും. യമൻസ് ഹൂത്തി ടെറർ ഗ്രൂപ്പ് ക്ലൈംസ് അറ്റാക്ക് ഓൺ ഷിപ്പ് in northern Red Sea. On Monday, the Houthis said they launched a missile towards the Liberia flagged Israeli on a tanker. ഇസ്രായേലിലെ ഒരു ധനികനായ ഒരു വ്യക്തിയുടെ അധീനതയിലുള്ള ഒരു കപ്പൽ തിങ്കളാഴ്ച ആക്രമിക്കപ്പെട്ടു എന്ന് ഹൂത്തികൾ പറഞ്ഞിരുന്നു. ഇത് കേവലം വാക്കുകൾ മാത്രമല്ല, ഈ കപ്പലിന്റെ സ്റ്റാറ്റസ് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ പറയപ്പെട്ട ആ കപ്പൽ, തിങ്കളാഴ്ച ആക്രമിക്കപ്പെട്ട കപ്പൽ. ഈ കപ്പൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ചെങ്കടലിൽ, അതായത് ഈ സൗദി അറേബ്യയുടെ തീരത്തു നിന്നും യംബുവിൽ നിന്നും ഏകദേശം 9 മൈൽ ദൂരെയാണ് ഇപ്പോൾ ഈ കപ്പലുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ തന്നെ ഇപ്പോൾ കപ്പൽ 3 ദിവസമായി ഇവിടെ തന്നെ നിലനിൽക്കുകയാണ്. കപ്പൽ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിയിട്ടില്ല. ഇവിടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 3 ദിവസമായി ഇവിടെ ഈ പൊസിഷൻ തന്നെ നിൽക്കുകയാണ്. അത് ലക്ഷ്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല. യംബുവിൽ നിന്നാണ്, സൗദിയിലെ യംബുവിൽ നിന്നാണ് ഇത് ഇസ്രായേലിലേക്ക് നീങ്ങേണ്ടത്. പക്ഷേ ആ കപ്പൽ നീങ്ങിയിട്ടില്ല. ഇപ്പോഴും 3 ദിവസമായി അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. എവിടെയാണ് അതിന്റെ നാവിഗേഷൻ സ്റ്റാറ്റസ് ലഭ്യമല്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ടൈം കാര്യങ്ങളൊക്കെ ഇവിടെ 0 ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് ഹൂത്തികൾ ആക്രമിച്ചു എന്ന് പറയുന്ന കപ്പൽ. ഇത് വളരെ കൃത്യമാണ് എന്ന് ഇതിന്റെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്നാണ്. ഇതിനുവേണ്ടി യമനിലെ ഹൂത്തികൾ ഉപയോഗിച്ചിരിക്കുന്നത് യമൻസ് ഇറാൻ അലൈൻഡ് ഹൂത്തി സെഡ് ഓൺ ട്യൂസ്ഡേ ദാറ്റ് ദേ ഹാഡ് അറ്റാക്ക്ഡ് എ ഷിപ്പ് in northern Red Sea with 2 drones and a missile over its connection to Israel. ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലിന് നേരെ 2 ഡ്രോണുകളും ഒരു മിസൈലും ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് യമനിലെ ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതുവരെ ഹൂത്തികൾ ആക്രമിച്ചിരുന്നത് ഗസയ്ക്കുള്ള സഹായം എന്ന നിലയിലായിരുന്നു. ഗസയിലെ ആളുകൾക്ക് നേരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം, ഭക്ഷണവും അതുപോലെ മരുന്ന്, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തടയുന്നതിനെതിരെയായിരുന്നു. ഗസയ്ക്കുള്ള ഒരു സപ്പോർട്ട് എന്ന നിലയിലാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രതികാരമാണ്. അതായത് യമനിലെ ലീഡേഴ്സിനെ വകവരുത്തിയതിനുള്ള പ്രതികാര ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് ഹൂത്തികൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അവരുടെ ആക്രമണത്തിന്റെ സ്കെയിൽ മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു ലാർജ് അറ്റാക്ക് തന്നെ ഇസ്രായേലിന് നേരെ നടത്താനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നടക്കേണ്ടിയിരുന്ന വളരെ പ്രധാനപ്പെട്ട നെതന്യാഹു അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന മീറ്റിംഗ് അണ്ടർഗ്രൗണ്ടിൽ വെച്ചാണ് നടന്നിരുന്നത്. കാരണം ഏത് സമയത്തും യമനിലെ ഹൂത്തികളുടെ മിസൈൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത്. അത് ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മീറ്റിംഗ് നടക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഭൂമിക്കടിയിലുള്ള ഭാഗത്താണ്. അത്തരത്തിലുള്ള ഒരു ഭീതിയിൽ ഇപ്പോൾ ഇസ്രായേൽ നിലനിൽക്കുന്നുണ്ട്. കാരണം യമനിലെ ഹൂത്തികൾ ഏത് ആയുധമാണ് ഉപയോഗിക്കുക എന്നറിയില്ല. ഇപ്പോൾ സമ്മാദ് 4 എന്നറിയപ്പെടുന്ന ഒരു ഡ്രോണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുവരെ സമ്മാദ് 1, 2 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ 3യും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ സമ്മാദ് 4 എന്നറിയപ്പെടുന്ന ഡ്രോൺ ഹൂത്തികൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ റേഞ്ച് എത്രയാണെന്ന് കൃത്യമല്ല. നമുക്കറിയാം, സമ്മാദ് 2 UAE-യിലേക്ക് ഈ സൗദി അറേബ്യയും അതുപോലെ യമനും യുദ്ധം നടക്കുമ്പോൾ അത് UAE-യും അതിൽ പങ്കാളിയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ UAE-യിലേക്ക് സമ്മാദ് 2 എന്നറിയപ്പെടുന്ന ഡ്രോൺ അയച്ചു. എന്നാൽ ഇപ്പോൾ സമ്മാദ് 4 എന്നറിയപ്പെടുന്ന ഡ്രോണാണ് ഇപ്പോൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നാൽ വരും ആക്രമണങ്ങൾ എങ്ങനെയാകുമെന്ന് അറിയില്ല. എന്തായാലും ചെങ്കടലിലുള്ള എല്ലാ ഇസ്രായേലുമായി ബന്ധപ്പെട്ട എല്ലാ കപ്പലുകളും, അത് ഇസ്രായേലിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കം ചെയ്യുന്നതാവട്ടെ, എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആക്രമിച്ചത് തന്നെ
സൗദി അറേബ്യയുടെ തീരത്ത് വെച്ചാണ്. എന്നാൽ ഇസ്രയേലുകളിലെ ചരക്കുകളെ സംരക്ഷിക്കുവാൻ ഒരിക്കലും അറബ് രാഷ്ട്രങ്ങൾക്കും സാധിക്കുകയില്ല. കാരണം ഗസയിലെ സാഹചര്യം അങ്ങനെ ആയിരിക്കെ ലോകത്ത് വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ നിലനിൽക്കുമ്പോൾ ആ ഇസ്രായേലിന്റെ ചരക്ക് കപ്പലുകൾക്ക് സെക്യൂരിറ്റി നൽകാൻ ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് സാധിക്കുകയില്ല. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ആ ഒരു ഘട്ടത്തിൽ ഈ യമനിലെ ഹൂത്തികളുടെ ആക്രമണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. മാത്രമല്ല, അവർക്ക് ആക്രമിക്കാൻ പറ്റിയ ഏരിയകളിലുള്ള ഇസ്രായേലിന്റെ സംവിധാനങ്ങളെയൊക്കെ ഹൂത്തികൾ ആക്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.